ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ സുഹൃത്തുക്കളെ? എനിക്ക് സുഖമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് രണ്ടാമതാണ് വോയിസ് കൊടുക്കുന്നത്. ഒരിക്കൽ വോയിസൊക്കെ കൊടുത്ത് വീഡിയോ ഇട്ടതാണ് കേട്ടോ. വീഡിയോയ്ക്ക് കോപ്പിറൈറ്റായി ഇങ്ങനെ പോയിപ്പോയി നമ്മളെ ചാനൽ എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എൻ്റെ സുഹൃത്തുക്കളെ. എനിക്ക് ആകെ പേടിയാകുന്നുണ്ട്. നമുക്കറിയാണ്ട് ഓരോന്നൊക്കെ ചെയ്യുന്ന പാടാണ്. ഞാനാണെങ്കിൽ മൊത്തം നമ്മളിവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അടുത്ത അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് അവിടെ ഭയങ്കര പാട്ടും കൂത്തും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം മൊത്തം സൗണ്ടും കളഞ്ഞിട്ട് ഇന്നിപ്പോൾ വോയിസ് കൊടുത്തുകൊണ്ട് നിൽക്കുക. വീണ്ടും അവിടെ പാട്ടിട്ടിരുന്നു കേട്ടോ. ആ പാട്ടിൻ്റെ ഇതെന്തോ ഇതിൽ കയറി വന്നതാണെന്ന് തോന്നുന്നു. നമ്മളെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വന്ന് ഇതോടെ ഒരു 4-5 തവണയായി ഇങ്ങനെ ഇങ്ങനെ പോയി എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇങ്ങനെ എന്തെങ്കിലും ആവുമെന്ന്, ഇങ്ങനെ കോപ്പിറൈറ്റ് വന്നാൽ എന്തെങ്കിലും പ്രശ്നം ആവുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന പ്രശ്നമാണെന്ന് നമുക്കറിയാണ്ട് നമ്മൾ ഓരോന്നും ചെയ്യുന്നതാണ്. മാക്സിമം നമ്മൾ നോക്കിയൊക്കെയാണ് ചെയ്യണം. എന്നാലും അറിയാണ്ടൊക്കെ കയറി വന്ന് എന്തായാലും ഞാൻ മ്യൂസിക് ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. കഴിഞ്ഞ ഞാൻ വീണ്ടും വീഡിയോക്ക് സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. വീണ്ടും അവിടെ പാട്ടിട്ട് കേട്ടോ. എന്തായാലും എന്നെ ഈ വീഡിയോ ഇടാൻ സമ്മതിക്കില്ല കേട്ടോ. പാട്ട് കയറി വരികയാണ്. ഇനിയിപ്പോൾ ഇപ്പം ഒരു പാട്ട് നിർത്തിയിട്ട് അടുത്ത പാട്ടിനിപ്പോൾ തുടങ്ങണമെന്ന് അറിഞ്ഞൂടെ. എങ്കിൽ വീണ്ടും എനിക്ക് വോയിസ് കട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ എനിക്കിന്ന് 11 മണിയായാലും വീഡിയോ ഇടാൻ പറ്റൂലെന്ന് അറിഞ്ഞൂടെ കേട്ടോ. ആദ്യത്തിൽ നല്ല ഇതായിട്ട് ഞാൻ എല്ലാം പറഞ്ഞ് വീഡിയോ ഇട്ടതാണ്. എൻ്റെ മൈൻഡ് മൊത്തം പോയി കേട്ടോ സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ എങ്ങനെയാവും എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ കഷ്ടപ്പെട്ട് ചാനലൊക്കെ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചേണേ. നമ്മൾ 5000 സബ്സ്ക്രൈബറും വാച്ചോറൊന്നും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ എന്തായാലും കൊണ്ടെത്തിച്ച്. അപ്പോഴാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും പറയേണ്ട മൂഡിലൊന്നും അല്ല. എൻ്റെ മൈൻഡ് മൊത്തം തെറ്റി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ രാത്രി പരിപാടികളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ പറഞ്ഞിട്ടതാണേ. അപ്പോഴത്തേക്കാണ് ഇങ്ങനെ വന്ന. ഇനിയിപ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ. നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ചോറിന് നമ്മൾ ഇതുണ്ടല്ലോ വിറകടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അത് ചോറിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് തുണി നനയ്ക്കാറുണ്ട്, കുറച്ച് നനയ്ക്കാനുള്ളത് കൊണ്ട് പിന്നെ വിറകടുപ്പിൽ ചോറ് വയ്ക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തീയും നോക്കാം, തുണിയും നനയ്ക്കാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ നേരത്തെ എല്ലാ വ്യക്തിയായിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ അമ്പലത്തിൽ തുണി നനച്ചുകൊണ്ട് നിൽക്കുക, പാട്ട് കേൾക്കുന്നുണ്ടേ. അപ്പോൾ അതിന് ഞാൻ ഞാൻ പോലും അറിയാണ്ട് ചുവട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കേട്ടോ. പാട്ട് മൊത്തം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇന്ന് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എങ്ങനെയോ ഇവിടെ പാട്ട് കയറി വന്നു. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റും ഇല്ല, ഒരു സെക്കൻഡും ഇല്ല കേട്ടോ. പാട്ട് വന്ന് തന്നെയാണ് കോപ്പിറൈറ്റ് ആയത്. അപ്പോൾ എനിക്കൊന്നും പറയാനുള്ള മൂഡില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ആക്കിക്കൂട്ടി വീഡിയോ ഇടുന്നുണ്ട്. അത് ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. നമുക്കൊരു പേടി വന്നാൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി പിന്നെ നമുക്ക് വീണ്ടും ആ കാര്യം ചെയ്യാനൊരു പേടിയാണല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡാവോ വീഡിയോ ഇതാവോ ഇല്ലേ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയൊക്കെയോ എടുത്ത് നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീട്ടിൽ കാണിക്കുന്ന ഓരോ ജോലികളും വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റെപ്പിലെല്ലാം പറഞ്ഞ് വീഡിയോ ഇട്ടാൽ കുഴപ്പമില്ല. കറക്റ്റായിട്ട് കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഡാൻസിനനുസരിച്ച് ഞാൻ മ്യൂസിക്കൊക്കെ ഇട്ടതാണ്. ഇനി മ്യൂസിക്കിൻ്റെ മിസ്റ്റേക്കാണോ, പാട്ടിടയിൽ എങ്ങാനും കയറി വന്നതാണോ, എന്താണ് ഏതാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പൊട്ടം കളിക്കും പോലെ ഞാനിനിയിപ്പം നമുക്കത് വീഡിയോ മാറ്റാൻ പറ്റൂലല്ലോ. അയ്യോ, എൻ്റെ മൈൻഡ് മൊത്തം പോയി എൻ്റെ സുഹൃത്തുക്കളെ. ഒന്നും പറയേണ്ട ഒരിതല്ല എനിക്ക്. ഇപ്പോൾ തുണി നനയ്ക്കണം. ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും വെച്ചില്ല. ഉച്ചയ്ക്ക് കപ്പയും മീനും ആയിരുന്നു. അപ്പോൾ നാളെ ചേട്ടന് ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ ഞാൻ കരുതി എന്നാൽ തുണിയും കൂടെ നനയ്ക്കാം, നമ്മളെ 2 ജോലിയും നടക്കും. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഒഴിക്കാനും കൂടെ വെക്കണം. അപ്പോൾ അതും കൂടെയൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമ്മളെ ഡാൻസിന് നല്ല പാട്ടായിരുന്നേ. പഴയ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മനസ്സിന് കുളിർമയാകുന്ന പാട്ടായിരുന്നു. അതിനനുസരിച്ചാണ് ഞാൻ ചുവട് വെച്ചത്. ഇപ്പം ഞാൻ ഒന്നും പറയാണ്ട് പൊട്ടം കളിച്ചതുപോലെയാണ് കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ കരുതി എനിക്ക് വട്ടമായോന്ന്. വട്ടമൊന്നുമല്ല സുഹൃത്തുക്കളെ. എന്നെപ്പോലെയുള്ള നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയാണ്. നമുക്ക് പാട്ടും ഡാൻസും ഒന്നും അറിഞ്ഞൂടെങ്കിലും വെറുതെ നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ നമ്മളറിയാണ്ടൊന്ന് ചുവട് വെച്ച് പോവും. അത് കോപ്രായമാണോ എങ്ങനെയാണെന്നൊന്നും നമ്മൾ അന്നേരം നോക്കാറില്ല.
എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എനിക്ക് പറഞ്ഞത് എന്നെ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്കൊരു ബോറടിയാണല്ലോ. ഞാൻ പറഞ്ഞത് നമ്മൾ കിളി പോയി നിൽക്കുകയാണ്. കിളി പോയി നിന്നാണ് ഞാനിപ്പം വോയിസ് കൊടുക്കുന്നത്. എന്നാലും നെഞ്ചിനകത്തൊരു പടപടപ്പാണ്. നമ്മളിനി ഈ വീഡിയോ ഇടുമ്പോഴും എന്തെങ്കിലും കുഴപ്പം വരുമോ ഇല്ലേ എന്നുള്ളൊരിത്. യൂട്യൂബ് അത് സ്വീകരിക്കുമോ നിരസ്കരിക്കുമോ ഒന്നും അറിയത്തില്ല എൻ്റെ പൊന്നോ. എന്തായാലും നിങ്ങൾ കാണും എൻ്റെ ഈ അഭിപ്രായങ്ങൾ. വീഡിയോ ഇടണ്ടെന്ന് കരുതി ഇരുന്നിട്ട് നമ്മൾ പിന്നെ എടുത്ത വീഡിയോ അല്ലേ ഒന്നുകൂടെ അങ്ങ് അപ്ലോഡ് ചെയ്ത് നോക്കാം, ആവുന്നെങ്കിൽ ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. എല്ലാവരും ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. ഈ ചേച്ചിപ്പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നമ്മളെ വീഡിയോ എന്താവും ഏതാവും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആകെ അങ്ങ് മൈൻഡ് പോയി നിൽക്കുകയാണ്. ഞാൻ നമ്മളെ തുണി നനപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഒഴിക്കാനും കൂടെ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളരിക്കയും പച്ചമാങ്ങയും കൂടെ ഇട്ടൊന്ന് ഒഴിച്ചെറി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണം. അതും കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണേ. എന്നാ പറയാനാ, നമ്മൾ വല്ലപ്പോഴൊക്കെ വീഡിയോ എടുത്തിടുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആരാ നമ്മളെ വീഡിയോ കാണും? എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവില്ലേ? അപ്പോൾ എല്ലാവരും ചേച്ചിപ്പെണ്ണിൻ്റെ ജോലികൾ കണ്ടോളൂ. ചേച്ചിക്കൊന്നും പറയാനുള്ള മൂടൊന്നുമില്ല. ഇനി ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തുന്നത് വരെ എനിക്കൊരു സമാധാനവുമില്ല, ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങളെ മുന്നിൽ എത്തണേ. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ ഒക്കെ എടുത്താണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. നമ്മൾ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുക. അവിടെ പാട്ടിട്ടതാണ് പ്രശ്നം. ആ പാട്ടില്ലേ, അതിന് മ്യൂസിക്കൊന്നും വലിയ കുഴപ്പം കാണില്ലായിരിക്കും. മ്യൂസിക്കാണ് ആ പാട്ട് കയറി വന്നതാണ്. പറഞ്ഞത് എന്നെ വീണ്ടും വീണ്ടും പിച്ചും പേയും പറയുന്നത് പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. കൂടുതലൊരു വിശേഷവുമില്ല. ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിയാൽ ചേച്ചിക്ക് സമാധാനമുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒഴിക്കാനൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, അതെനിക്ക് നേരത്തെ വോയിസ് കൊടുത്തതിലാണോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊന്നും വെച്ചില്ല, കപ്പയും മീനുമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ചോറും കൂടെ നമുക്ക് രാത്രിയും കഴിച്ച് നാളത്തേക്കൊക്കെ എടുക്കാം. മീൻകറി തികയില്ല കേട്ടോ. മീൻകറി ഇനി വേറെ വെക്കണം, നാളെ വയ്ക്കാം. ഉള്ളതുകൊണ്ടൊക്കെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തോ പറയും ചേച്ചിക്കിളി പോയി ഇരിക്കുകയാണേ. എന്തോ പറയും. അയ്യോ എൻ്റെ പൊന്നോ, എന്നാ പറയാനാ, ആകെ മൂടും പോയി സുഹൃത്തുക്കളെ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തൊക്കെയോ കഥ പറഞ്ഞ് സൂപ്പറായിട്ട് വീഡിയോ ഇട്ടതാണ്. നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നുള്ള. വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഒരിക്കൽ ഇട്ട വീഡിയോ പിന്നെ വീണ്ടും നമ്മളെ യൂട്യൂബ് സ്വീകരിക്കുമോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്ത് നോക്കാം, ആവുന്നെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.